കുഞ്ഞുമോളെ, കുഞ്ഞുമോളെ, ഉമ്മാക്ക് ഒരു ഗ്ലാസ് ചായയുടെ വെള്ളയിലും കൊടുന്നായ മോളെ. വിശന്നിട്ട് വയ്യ ഉമ്മാക്ക്. എത്ര നേരമായി എന്നോട് ഞാൻ ചോദിക്കണു. ഓ, നിങ്ങൾക്കൊന്നും മിണ്ടാണ്ടിരുന്നൂടെ? ഈ നോമ്പ് കാലത്ത് ഈ ചായ കാപ്പി എന്ന് പറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങക്ക് അകത്ത് കയറി വന്ന് തൊള്ളട്ടൂടെ? നോമ്പ് കൊടുക്കില്ല, എന്തിനാ ഈ ആൾക്കാരെ അറിയിക്കാൻ നിൽക്കണേ? എനിക്ക് എന്തോരം മരുന്ന് കഴിക്കാനുള്ളത് നിനക്ക് അറിയില്ല കുട്ടിയെ, പിന്നെ എങ്ങനെ ഞാൻ നോമ്പെടുക്കുക? ആ ശരി ശരി, ഇനി അവിടെ ഇരുന്ന് തൊള്ളടാൻ നിൽക്കണ്ട, ഇവിടെ അകത്ത് കയറി വാ, ഞാൻ ചായ എടുത്തേക്ക, അവിടെ ഇരുന്നിട്ടല്ലേ കഴിക്കുക. ഞാനൊരാളുണ്ട്, ഇവിടുത്തെ എല്ലാ പണികളും ഞാൻ തന്നെ ചെയ്യണം. എനിക്ക് നോമ്പുണ്ട്, അതും കൂടി നിങ്ങളുടെ അമ്മ ശ്രദ്ധിച്ചുകൂടെ ഒന്ന്? അതിൻ്റെ ഇടയ്ക്ക് വൈകുന്നേരത്തിൻ്റെ ഉള്ള ഒരു 10-25 ചായ ചോദിക്കും, ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കണ്ടേ ഞാൻ? വയസ്സായ ആൾക്കാരല്ലേ, അവ നീ കാര്യാക്കണ്ട, വിട് നീ. ഉമ്മ എന്തിനാ ഈ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണേ? ഒന്ന് അകത്ത് കയറിക്കുമ്മ. എന്നാ കഴിക്ക്, നീ കുറച്ചു നേരത്തേക്ക് മിണ്ടാണ്ടിരിക്കുമല്ലോ, എനിക്കൊരു സമാധാനവും കിട്ടും. അല്ലാ, താത്ത, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരാണിത് ഉമ്മർത്ത് കിടന്ന് ഒച്ച ഉണ്ടാക്കണ്? ആരാത്? എന്തെങ്കിലും കഴിക്കാൻ തരുമോ? കുഞ്ഞോളെ, കുഞ്ഞോളെ. ഇനി എന്തിനാണ് അവ വിളിക്കണേ? ഇപ്പൊ തന്നെയല്ലേ കഴിച്ചത്, ഇനി എന്താ വേണ്ടേ? എന്താ നോക്കണേ. എനിക്ക് വിശന്നിട്ട് വയ്യ, 2 ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട്. എന്തെങ്കിലും തരാനുണ്ടാവുമോ? ഭക്ഷണോ? നിങ്ങളുടെ കയറിക്ക്, എന്തായാലും ഞാൻ മരുമോളോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. കുഞ്ഞോളെ, കുഞ്ഞോളെ, ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളല്ലേ ഇപ്പൊ കഴിച്ചത്? അതല്ല മോളെ, ഒരാൾ ഉമ്മർത്ത് വന്നിട്ടുണ്ട്, എന്തേലും കഴിക്കാണ്ടോ വെച്ചിട്ട്. എന്തേലും ഉണ്ടെങ്കിൽ ഒന്ന് ഇത്തിരി എടുത്ത് കൊടുക്ക്. ഒന്നിനെ കൊണ്ട് തന്നെ എനിക്ക് വയ്യ, ഇനിയിപ്പോൾ അടുത്ത ആൾ എന്തിനാ ഏറ്റെടുത്തേക്കണേ? നോക്കട്ടെ ഞാൻ എന്തെങ്കിലും ഉണ്ടോന്ന്. ഇങ്ങനെ വിശന്നിട്ട് വരുന്ന ആൾക്കാരെ പറഞ്ഞയക്കാൻ പറ്റില്ല മോളെ, വിശന്നിട്ടല്ലേ പാവം. എന്തേലും ഉണ്ടെങ്കിൽ ഇത്തിരി കൊടുക്ക്. ആ ശരി, ഞാൻ നോക്കട്ടെ എന്തേലും ഉണ്ടോന്ന്. നിങ്ങൾ പൊയ്ക്കോ, ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. അതെ, നിങ്ങളിവിടെ കയറി ഇരുന്നോളി, ഇപ്പൊ കൊണ്ടുവരും ഭക്ഷണം. നിങ്ങളിവിടെ കയറിയിരിക്കി, ഇവിടെ ഇരുന്നോളി. എന്ത് കയറി ഇങ്ങോട്ട് കയറുന്ന? അല്ല, നിങ്ങളോട് ആരും ഇങ്ങോട്ട് കയറിയിരിക്കാൻ പറഞ്ഞത്? പുറത്ത് നിന്നാ പോരെ? അതിനല്ലേ ഞാൻ കവറിലാക്കി കൊടുന്നേക്കണേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അവിടെ കൊണ്ടുപോയി വെച്ച് കഴിച്ചാൽ പോരെ? ഇനി നിങ്ങളിവിടെ ഇതാക്കി കഴിഞ്ഞാൽ ഇവിടെ ആരെ വൃത്തിയാക്കുന്നുണ്ട്? ഞാൻ തുടച്ച് വൃത്തിയാക്കണം. അല്ല, ഉമ്മ എന്ത് കണ്ടിട്ടാണ് ഇയാളെ പിടിച്ചകത്ത് കയറ്റിയത്? ഇവിടെ വൃത്തികേടാക്കി നിങ്ങളിവിടെ വൃത്തിയാക്കുമോ? എന്നാ അല്ലെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ 100 കൂട്ടം പണികളുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഓരോ വയ്യാവലികൾ ഉണ്ടാക്കി തരല്ലേ. അല്ല, പോയല്ലോ അവര്. പിന്നെ നിങ്ങൾ ആരെ കാണാനാണ് ഇവിടെ ഇരിക്കുന്നത്? നോമ്പുകാലാണ്, ഇതേപോലെ ഇഷ്ടം പോലെ ആൾക്കാർ ഇത് തന്നെ പോവും. നിങ്ങളെല്ലാവരും വിളിച്ചിങ്ങോട്ട് കയറ്റാൻ നിൽക്കണ്ട, അത് സത്രമൊന്നല്ല. എനിക്ക് ഇവിടെ പണിയില്ലാണ്ടിരിക്കുന്നല്ല. ഇനി ആരെങ്കിലും വരാനായിട്ട് പിന്നെ നിങ്ങൾ വേഗം അകത്ത് കയറാൻ നോക്ക്. ഇങ്ങോട്ട് വരി നിങ്ങൾ. കുഞ്ഞുമോളെ, ഉമ്മാക്ക് ഇത്തിട്ട് വെള്ളം എടുത്തിട്ട് വന്നാ, നെഞ്ച് വേദന എടുക്കണു. ഇനിയിപ്പോൾ വെള്ളമായോ? ഓരോ നാടകങ്ങൾ പറയുന്നേ, അവിടെ വേദന ഇവിടെ വേദന, എന്നിട്ട് ഇവർക്ക് വെള്ളം.
വെള്ളം കുടിക്കാൻ എന്തെങ്കിലും കാരണം വേണ്ടേ? നോമ്പുകാരാണ്, അവിടെ ഇരിക്കട്ടെ. എനിക്ക് നോമ്പുള്ളതാണ്, ഞാൻ കേൾക്കാത്ത പോലെ നടക്കാം. നല്ലൊരു ഉറക്കം ഉറങ്ങി. സമയം എന്തായി? അല്ലാ, 5 മണിയായല്ലോ. അസറൊക്കെ കഴിഞ്ഞേക്കണോ? അല്ല, ഒന്നും വിളി കേട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഈ നേരാകുമ്പത്തിനും 4-5 ചായ ചോദിക്കണതാ. എന്നാ എവിടെയാണാവോ? ഒന്ന് പോയി നോക്കട്ടെ. അത് ശരി, നിങ്ങൾ ഇവിടെ ഇരുന്ന് ഉറങ്ങുകയാണല്ലേ? എപ്പോൾ ഇരിക്കുന്നതാണ് വെച്ചിട്ട് ഇവിടെ? ഞാനും വിചാരിച്ച എന്തെന്നെ വിളിക്കാനെന്നുള്ള കാര്യം. ഇനിയിപ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങട്ടെ, അല്ലെങ്കിൽ വേണ്ട. അമ്മ, അവിടെ നിന്ന് എണിച്ച നിങ്ങൾ? ഞാൻ അവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ കൈയും കാലും ഒടിഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ തന്നെ നോക്കണ്ടേ? നിങ്ങൾ അവിടെ നിന്ന് എണിച്ചാ? ഉമ്മ, അല്ലമ്മ, നിങ്ങൾ എണിക്കുന്നില്ലേ? അസറ് കഴിഞ്ഞല്ലോ. ഇനി ഞാൻ വന്ന് വിളിക്കില്ല കേട്ടോ. നിങ്ങൾക്ക് ചായ വേണ്ടേ? എനിക്കുമ്മ. ഉമ്മ, ഉമ്മ, ഇമ്മ. പഠിച്ചോനെ, ഉമ്മക്ക് എന്താ പറ്റി? ഉമ്മ കണ്ണു തുറക്കണില്ലല്ലോ. ഇമ്മ. അല്ല, അമ്മ നേരത്തെ വെയ്യാന്ന് പറഞ്ഞിട്ട് തുള്ളി വെള്ളം ചോദിച്ചതാ. എനിക്കത് കൊടുക്കാൻ പറ്റില്ല റബ്ബേ. ഇമ്മ, ഇമ്മ കണ്ണു തുറക്കുമ്മ. അല്ല, നീ എന്താ ചെയ്യാൻ? നിൽക്കാനോട് പറയട്ടെ. അതെ, ഒന്ന് നിൽക്കുവോ? നിങ്ങൾ എന്താ ഇവിടെ കയറാണ്ട് പോണ്? ഇങ്ങോട്ട് കയറി വരി, ഭക്ഷണം തരാം. ഇങ്ങോട്ട് കയറി ഇരുന്നോളി, ഞാൻ ഭക്ഷണം എടുത്തിട്ട് വരാം. അല്ല, നിങ്ങളെന്താ അവിടെ തന്നെ നിൽക്കണ്? ഇവിടെ കയറിയിരിക്കേ. വേണ്ട, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ഇല്ല, അത് കുഴപ്പമില്ല, നിങ്ങൾ ഇങ്ങോട്ട് കയറിയിരിക്കേ. എന്നാ ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്നാ ശരി, നിങ്ങൾ അവിടെ ഇരുന്നോളി, ഈ ഭക്ഷണം കഴിക്കേ. എനിക്കൊരു കവറിലിട്ട് തന്നാൽ മതി. ഇല്ല, അത് കുഴപ്പമില്ല, നിങ്ങൾ അതിൽ തന്നെ കഴിച്ചോളി. ഇവിടെ ഒരു ഉമ്മ ഉണ്ടായിരുന്നല്ലോ, ആളെവിടെ? ഉമ്മ മരിച്ചു, 2 ആഴ്ചയായി ഉമ്മ മരിച്ചിട്ട്. നിങ്ങളന്ന് കഴിഞ്ഞ ദിവസം വന്നില്ലേ ഭക്ഷണം ചോദിച്ചിട്ട്? അന്നാണ് ഉമ്മ മരിച്ചത്.